ഞങ്ങൾ 7 പേരും കൂടി അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം അച്ഛൻ്റെ മുറിയിൽ ചെന്ന് അച്ഛന് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറയാ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തൊപ്പി കാണുന്നുണ്ടോ? വർക്കിച്ചൻ എന്ന് പറയുന്ന ഒരു സംഭവവികലമായ ജീവിതമായിരുന്നു. പക്ഷെ ആ ജീവിതത്തെ മുഴുവൻ നയിച്ചിരുന്നത് അച്ഛൻ്റെ ഇഷ്ടമല്ലായിരുന്നു എന്ന് അച്ഛനെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവചനം, ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം നമുക്കറിയാം. കർത്താവ് തനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ജനത്തിന് നൽകും. അവർ വിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ജനത്തെ നയിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. വർക്കിച്ചൻ അതുപോലെയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിനൊത്ത ഒരു മനുഷ്യനായിരുന്നു. കർത്താവിൻ്റെ ഹൃദയ വികാരങ്ങൾ, ഹൃദയ പാപങ്ങൾ ഉൾക്കൊണ്ട വ്യക്തിത്വമായിരുന്നു വർക്കിച്ചൻ. അദ്ദേഹം ഏറെ വിജ്ഞാനത്തോടും ഒപ്പം വിവേകത്തോടും കൂടി തന്നെ ഏൽപ്പിച്ചിരുന്ന ജനത്തെയും സമൂഹത്തെയും താനുമായിട്ട് ഇടപെട്ട എല്ലാ മനുഷ്യരെയും നയിച്ചിരുന്നു എന്ന് വർക്കിച്ചൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മലയിലെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുക, കർത്താവെ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പോവുക. വിളിച്ചപേക്ഷിക്കുക താരതമ്യേന എളുപ്പമാണ്, പക്ഷേ ദൈവഹിതം നിറവേറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിളിച്ചപേക്ഷിക്കുകയും ദൈവഹിതം നിറവേറ്റുകയും ചെയ്യുന്നവരാകണം നമ്മൾ എന്നാണ് കർത്താവ് പറയുന്നത്. വർക്കിച്ചനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അച്ഛൻ വിളിച്ചപേക്ഷിക്കുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഒപ്പം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനായിരുന്നു. വർക്കിച്ചനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും അവസാനമൊക്കെ സഭാ സമൂഹത്തിൽ നയിക്കുമ്പോഴും ദൈവഹിതം എന്താണെന്ന് എപ്പോഴും അച്ഛൻ ആരാഞ്ഞിരുന്നു. ഒരു കാര്യം ചോദിച്ചു വരുമ്പോഴും ദൈവഹിതം അച്ഛൻ അന്വേഷിക്കുക, എന്താ തമ്പുരാൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ആരും പറയുന്നുണ്ട്, അച്ഛൻ ദൈവഹിതം അന്വേഷിച്ചവരും എല്ലാം മലയ്ക്ക് മുകളിലായിരിക്കും പണിയുന്നതൊക്കെ. പള്ളിയായാലും മഠമായാലും അല്ലെ, ആ ദൈവത്തിൻ്റെ ഹിതം കൊണ്ടായിരിക്കാം, സ്വർഗത്തോടിച്ച് അടുത്തിരുന്നോട്ട് എന്ന് ഓർത്തിട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിരുന്നു അച്ഛൻ എപ്പോഴും ഇഷ്ടം, എപ്പോഴും അതായിരുന്നു. ഞങ്ങളിവിടെ ധ്യാനം കൂടാനും പലവട്ടം വന്നിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. ഇപ്പോഴാണ് ഇതിൻ്റെ വരവ് കുറവ്. അപ്പോൾ വർക്കിച്ചൻ ധ്യാനമൊക്കെ നടത്തിയ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന കാണാം. അച്ഛൻ നോക്കി നിൽക്കുന്ന രസമാണ്. അച്ഛൻ നമ്മൾ പുറകെ നോക്കിയാൽ അച്ഛൻ ഇങ്ങനെ കുർബാനയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഒരനക്കവും ഇല്ല. ഞാൻ ഓർക്കുന്നു, നമ്മൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് പാസ്റ്റർ തിയോളജി പഠിപ്പിച്ചത് അന്ന് എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള ഒരു മോൺസിഞ്ഞർ വർഗീസ് കോളക്കാരച്ചനാണ്. അച്ഛൻ ഇച്ചിരി പ്രായമുള്ള ആളായിരുന്നു. എറണാകുളംകാരെല്ലാം ഓർക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പറയുന്നത് പ്രെയർ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയാണ്, ഇറ്റ് ക്യാൻ ബി എ ലുക്ക്, ഒരു നോട്ടമായിരിക്കാം പ്രാർത്ഥന. തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് വെറുതെ നോക്കിയിരിക്കുന്നത്. അത് നമ്മൾ വിയാനി പുണ്യാളി ജീവചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. വിയാനി പുണ്യാളൻ പള്ളി ഇങ്ങനെ കുമ്പസാരിക്കാനിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു വയസ്സനായ മനുഷ്യൻ പള്ളിയിൽ കടന്നു വരും. അയാൾ ഈശോ വന്ന് കുമ്പിട്ടു, ആരാധിച്ചു, കുരിശു വരച്ചു, ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ച് ചോദിച്ചു, താൻ പള്ളി വന്നിട്ട് എന്നാ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുക, ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അച്ഛൻ കവളക്കാടച്ച് പറയുണ്ടായി, പ്രയർ ക്യാൻ ബി എ ക്രൈ, അല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കരച്ചിലാണ്. ദൈവസന്നിധിയിൽ കരയാത്തവരായിട്ട് ആരെങ്കിലും അതിനകത്തുണ്ടോ? ഒപ്പം അച്ഛൻ പറയാണ്, പ്രയർ ക്യാൻ ബി എ സൈ, SIGH. സൈ എന്താണ്? ദീർഘനിശ്വാസം. നമ്മുടെ വിഷമതകളെ, പ്രയാസങ്ങളെല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഒരു വലിയ ആശ്വാസം. ഇതൊക്കെ പ്രാർത്ഥനയാകാം. ഇപ്പോൾ വർക്കിച്ചൻ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിന് ആരംഭം മുതൽ അവസാനം വരെയും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയോട് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ നേടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടവേളയിലൊക്കെ ആദ്യകാലങ്ങളിൽ ആയിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ താൻ ഉദ്ദേശിക്കുന്നത് പോകാതെ വരുമ്പോൾ ആശ്രയം ദൈവത്തിലായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പോയിട്ട് പ്രാർത്ഥിക്കും. കർത്താവ് അതെല്ലാം ശരിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് വർക്കിച്ചൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി, അച്ഛനൊരു വാക്ക് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, അച്ഛനൊരു നവോത്ഥാന പ്രവർത്തകനായിരുന്നു. ആരാണ് ഈ നവോത്ഥാന ചിന്തകൻ? ജീവിക്കുന്ന കാലത്ത്, ഇപ്പം ഞാൻ ഇവിടെ ജീവിക്കുന്നു, ഒരു 50 വർഷം കഴിഞ്ഞ്, ഒരു 100 വർഷം കഴിഞ്ഞ് നമ്മുടെ സമൂഹം എങ്ങനെയായിരിക്കും, നമ്മുടെ വൈദികർ എങ്ങനെയായിരിക്കും, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മുടെ സമർപ്പിതം എങ്ങനെയായിരിക്കും എന്ന് സ്വപ്നം കാണുന്ന വ്യക്തി. എന്നിട്ട് ആ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് നവോത്ഥാനകർ എന്ന് പറയുന്നത്. ചാവറച്ചൻ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. വർക്കിച്ചൻ ഏതാണ്ട് അങ്ങനെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വാക്കുകൾ ശരിയാണോ എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛനെ ഈ കോൺവെന്റ് ഈ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പും അച്ഛൻ ഇവിടെ ആയിരിക്കും അച്ഛൻ ഇങ്ങനെ സ്വപ്നം കാണുന്നയാളായിരുന്നു. വർഷങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, അതാണ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയമായിട്ട് നിന്നിരുന്നയാൾ. അപ്പോൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ആരൊക്കെയാണ് പങ്കാളികളായി തീരേണ്ടത്? പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുണ്ടായി, ജോൺ പോൾ മാർപ്പാപ്പയും പറഞ്ഞിരുന്നു, ഈ 21-ാം നൂറ്റാണ്ട് അൽമായയുടെ നൂറ്റാണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പക്ഷെ വർക്കിച്ചൻ അത് ഏറെ നാൾ മുമ്പേ കണ്ട് അൽമായരൊക്കെ കൂട്ടിച്ചേർത്ത് ധ്യാന ജീവിതങ്ങളും മറ്റു പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അത് മുൻകൂട്ടി കാണുന്ന ഒരു വിഷണറി, ഒരു ദർശനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു വർക്കിച്ചൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നല്ലൊരു ഇടയനായിരുന്നു. കർത്താവിൻ്റെ ഹൃദയഭാവങ്ങൾ ഉൾക്കൊണ്ട ഇടയൻ, കരുണാറ്റ സ്വഭാവം, മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ്, ഒപ്പം നല്ല വചനപ്രഘോഷകനായിരുന്നു അച്ഛൻ. ഇവിടെ ധ്യാനത്തിലൊക്കെ പങ്കെടുത്തവർക്കറിയാം അച്ഛൻ്റെ ഭാഷയൊന്നും വലിയ സാഹിത്യമുള്ളതായിരുന്നില്ല. കേട്ടിരിക്കാൻ രസമാണ്. അച്ഛൻ ഇങ്ങനെ കഥ പറഞ്ഞു പോലെ പറയും. ഒത്തിരി അനുഭവങ്ങൾ അച്ഛൻ പറയാറുണ്ട്. പക്ഷെ ദൈവസ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നുകൊണ്ട് വയലിൽ വരുന്ന ആ വചനങ്ങൾ അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു, ഹൃദയസ്പർശകമായിരുന്നു എന്നുള്ളതാണ് സത്യം. അച്ഛൻ്റെ ധ്യാനാനുഭവങ്ങൾ, അച്ഛൻ പലർക്കും കൊടുത്തുള്ള കൗൺസിലിങ്ങിന് കിട്ടിയ അനുഭവങ്ങൾ, സർവോപരി ദൈവത്തോട് പ്രാർത്ഥിച്ചുണ്ടായ അനുഭവങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, അച്ഛൻ നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവനാണ്. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിലെ 13-14 വചനങ്ങൾ നമുക്കറിയാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രിമാർ. അച്ഛൻ നിരന്തരം ആത്മാവിനാൽ നയിക്കപ്പെട്ടു. അപ്പോൾ ഈ വർക്കിച്ചന് നിരന്തരം ഇങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ പക്കലേക്ക് വരുന്ന ആളുകൾക്ക് ആത്മനിയന്താവ് എന്ന നിലയിൽ, കൗൺസിലിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സ്ഥാപനം തുടങ്ങേണ്ടി വരുമ്പോൾ, ഒരു യാത്ര പോകേണ്ടി വരുമ്പോൾ, എല്ലാ കാര്യത്തിലും ആത്മാവിനോട് ചോദിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ സഭ തുടങ്ങിയത്, ഇവിടെ ഈ ധ്യാനകേന്ദ്രം തുടങ്ങി, ആദ്യം കോളേജായിരുന്നു, പിന്നീട് ധ്യാനകേന്ദ്രമായി. ഇതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രേരണ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അച്ഛൻ ആ പരിശുദ്ധാത്മാവിനെ പ്രേരണയോടെ ജീവിച്ച് ഇവിടെ നമ്മുടെ ബെനിസാറിൻ്റെയും മാത്സാറിൻ്റെ അവർക്ക് എവിടെയും കണ്ടു ഇവിടെ ഇരിപ്പുണ്ടാവായിരിക്കും. ആ ശാലോമിൻ്റെ നേതാക്കന്മാരാണ്. ആ ശാലവും അച്ഛനായിട്ട് വളരെ അടുത്ത ഒരു ഹൃദയബന്ധമാണല്ലോ. ആ ഒരു ശാലമൊക്കെ തുടങ്ങി എപ്പോഴും അച്ഛൻ്റെ ഒരു കൗൺസിൽ സ്വീകരിച്ചു. ഇപ്പോൾ അച്ഛനായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അവിടെ എല്ലാം അച്ഛൻ നയിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ്. വരദാനങ്ങൾ നിറഞ്ഞ മനുഷ്യനായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അച്ഛൻ ആത്മാവിൽ നിറഞ്ഞ് വിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ് അച്ഛൻ. എന്ന് പറയുമ്പോൾ ഒരു നോളജ് മാത്രമല്ല, വിസ്ഡമാണ്. നോളജ് നമുക്ക് സമ്പാദിക്കാം, പക്ഷേ അച്ഛന് നോളജ് മാത്രമല്ലായിരുന്നു, വിസ്ഡം കൂടിയുണ്ട്. വിസ്ഡം ദൈവികമാണ്, അത് ദൈവം തരുന്നതാണ് വിസ്ഡം. അപ്പോൾ അച്ഛന് ഈ ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ പറയാൻ പോകുന്നു. ഞാനിവിടെ പ്രാരംഭ ധ്യാനത്തിന് വന്നിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ വളർച്ചാ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ മാനന്തവാടി രൂപതയിൽ ഞങ്ങൾ ഒരു പറ്റം അച്ഛന്മാർ നമ്മളോട് നമുക്കൊന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അതൊരു 1970 അവസാന കാലഘട്ടങ്ങളാണ് ഇവിടെ ധ്യാനിക്കാൻ പോകുന്നത്. പ്രാരംഭ ധ്യാനമൊക്കെ ഞങ്ങൾ കൂടി പോയി. വളർച്ചാ ധ്യാനത്തിൽ ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും 7 പേര് വന്നു, ഞങ്ങൾ ഒരുമിച്ച് വന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ 7 പേരും കൂടി അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം അച്ഛൻ്റെ മുറിയിൽ ചെന്ന് അച്ഛനെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അച്ഛനിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തരെ പറ്റി കിട്ടിയ ദർശനമൊക്കെ അച്ഛൻ പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, അത് 80കളിലാണ്, അച്ഛനോട് പറയാം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തൊപ്പി കാണുന്നുണ്ടോ? ഞങ്ങളത് സ്വീകരിച്ചു പോകുന്നു. ഈ തൊപ്പിക്കാരിയൊക്കെ ഞാൻ പറഞ്ഞത് എന്നേര് പറയാണ്. കുറേ വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ മാനന്തവാടിക്ക് അടുത്ത പുതിയടം എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വന്നു. അപ്പോൾ അച്ഛൻ വന്നറിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് നമുക്ക് അച്ഛനെടുത്ത് നമുക്കൊരു 1 മണിക്കൂർ പോയിരുന്നു അച്ഛനോട് കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുതിയടത്ത് പോയി. പുതിയടത്ത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ പണ്ട് പറഞ്ഞ കാര്യം മാറിയിട്ടൊന്നുമില്ല കേട്ടോ, അത് പണ്ട് തൊപ്പി വേണ്ട കാര്യം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഉദ്ദേശിച്ച് ഞാനൊരു മെത്രാനായി തീരുന്നതായിരുന്നു. എനിക്കത് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ വർഷങ്ങൾ അതെന്തായിരുന്നു, 2010 തൊപ്പി എൻ്റെ തലയിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ എന്തോ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നല്ലോ, ഒരു ദൈവികമായ ജ്ഞാനം കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ ആധികാരികമായിട്ട് പറയാൻ സാധിക്കും, ദൈവിക ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു അച്ഛൻ എന്ന് പറയാൻ വേണ്ടി ഞാൻ കോട്ട് ചെയ്തതാണ്. ദൈവഹിതം മാത്രം നിറവേറ്റി. പ്രിയമുള്ളവരെ, നമുക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന വ്യക്തിയാണ് വർക്കിച്ചൻ. വർക്കിച്ചന് പിന്നീട് മോൺസിഞ്ഞർ സ്ഥാനം കിട്ടി. അദ്ദേഹം 2009 നമ്മളോട് വിട പറയും. അപ്പോൾ ഇന്ന് അച്ഛനിവിടെ ശയിക്കുമ്പോൾ ഈ പ്രദേശം പവിത്രമാണ്. അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്കറിയാം. അന്നത്തെ പോലെ ഇന്നും. അന്ന് അച്ഛനിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് അച്ഛനോട് ഏറെ ആദരവും സ്നേഹവും, ഒരു ദൈവിക മനുഷ്യൻ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ, മരണത്തിലൂടെ സ്വർഗത്തിലായിരിക്കുന്ന അച്ഛൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അച്ഛനോട് നമുക്ക് പ്രാർത്ഥിക്കാം.